വണ്ടി എടുക്കാത്തതിൻ്റെ പേരിൽ അവൻ തുപ്പിയതാണ്. സിഗ്നൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം. റെഡ് സിഗ്നൽ കട്ട് ചെയ്യാൻ വിശ്രമിച്ച് അവൻ ദേഷ്യപ്പെട്ടു. ഭാഷകൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി സ്വയമായിട്ട് മനസ്സിലാക്കും അത് ദേഷ്യത്തിലാണ്. ഏത് ഭാഷ ആയാലും തുപ്പിയ സമയത്ത് കൈവീശാണ് മുഖത്തിന്. പക്ഷെ തല കുറച്ച് പൊക്കി കഴുത്തിലെ അടി കൊണ്ടത്. പിന്നീട് അറിയാൻ പറ്റും അവന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരു ഉണ്ടായിരുന്നു. മുഖത്ത് തുപ്പിയപ്പോൾ നമ്മള് തടുത്തതാണ്. മുഖത്തോട്ട് അടിയാവും തല പൊക്കി കൈ നേരെ പോയത് കഴുത്തിന്. ഈ കാര്യങ്ങളൊക്കെ അതിന് ശേഷം ആരോടെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? മരണപ്പെട്ട ശേഷം അവനെ ഹോസ്പിറ്റലിലോട്ടും എന്നെ ജയിലിലോട്ടും പിന്നെ കോടതിയായിട്ടും പിന്നെ അവിടുന്ന് തർജ്ജമ ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷകളൊന്നും അറിയില്ല. മരണപ്പെട്ട കുടുംബം അവർ വേറെ രീതിയിൽ വധശിക്ഷയാണ് അവർ ആവശ്യപ്പെട്ടത്. മരണത്തിന് തുല്യനീതി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സത്യമായിട്ട്. ആ ഓക്കെ ഓക്കെ. ഉമ്മാനെ ഒന്നോടെ കാണിച്ചേ. ആ ഓക്കെ. ആ അയ്യോ എനിക്കതൊന്നും പറയാനും പറ്റുന്നില്ല. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ആളുകളൊക്കെ ഓന്തിന്റെ കണക്ക് നിറം മാറുക എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളു. ഇപ്പൊ ഇതേ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. റഹീം ആണെങ്കിൽ നാട്ടിൽ വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്ന് പറഞ്ഞിട്ട് എല്ലാം ഓരോ മലയാളികളും ഓരോ ആൾക്കാരും അത്രയധികം ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ആ റഹീമിന്റെ വരവിന് വേണ്ടിയിട്ട്. എന്നാൽ റഹീം നാട്ടിലെത്തിയതിന് ശേഷം എല്ലാവരെയും ഒന്നും അല്ലട്ടോ, അതിൽ ചില കൃമികള് ഭയങ്കര ക്രിമികടിയായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല റഹീമിന്റെ തിരിച്ചു വരവ്. അവർക്കൊക്കെ എന്തോ പാപം ചെയ്ത പോണക്കുള്ള ഒരു ഇതാണ്, ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത്. ശരിക്കും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും വന്നിട്ട് അവർ നെഗറ്റീവ് പറയുകയാണ്. ഏത് രീതിയിലായാലും ആ റഹീമിനെ തളർത്തണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് ഫുള്ളി നടന്നിട്ട് അവരങ്ങ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാ ഇനി ഇവരൊക്കെ നന്നാവുന്നത്? റഹീം പറയുന്നുണ്ട്, എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഞാൻ പ്രതികരിച്ചതാണ്, അത് സുഖമില്ലാത്ത കുട്ടിയാണ്. ഒരിക്കലും റഹീം അതിനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടല്ല തട്ടിയത്. ഇപ്പൊ നമ്മളുടെ മുഖത്തായാലും ആരെങ്കിലും തുപ്പി കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻലി നമ്മളൊന്ന് കൈയെങ്കിലും ആക്കും. അത് ആരായാലും നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു പോകും. അങ്ങനെ ഒരു പ്രതികരണം നടന്നപ്പോ അറിയാതെ സംഭവിച്ചു പോയതാണ്. അതിന് 20 വർഷത്തോളം ജയിലിൽ കിടന്ന് അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചിട്ടാണ് ഇപ്പൊ നാട്ടിലേക്ക് വന്നത്. ഇനിയെങ്കിലും ആ പാവത്തെ വെറുതെ വിട്ടേക്ക്. നല്ല പെരുന്നാള് 20 കൊല്ലം കഴിഞ്ഞ് എൻ്റെ കുട്ടീനെ കണ്ടതിന് എല്ലാവരും സ്തുതിക്കാം. വേറെ ഒന്നൊക്കെ പറയാൻ കഴിയില്ല. ഫസ്റ്റ് പോയതാണ് എൻ്റെ കുട്ടി. 18 ദിവസമാണ് അവിടെ ആട് സഞ്ചരിച്ചത്. പിന്നെ ജയിലിൻ്റെ ഉള്ളിലെ ജീവിതമാണ് എൻ്റെ കുട്ടി. പറയാൻ കിട്ടുന്നില്ല മക്കളെ. അൽഹംദുലില്ലാഹ് എൻ്റെ കുട്ടീനെ കണ്ടതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കാം. ഇനി നല്ല ജീവിതം അള്ളാഹു എനിക്ക് തരട്ടെ. 3 വട്ടം വധശിക്ഷ പറഞ്ഞിട്ട് കഴിച്ചിലാക്കി തന്ന റബ്ബിനെ ഞാൻ എത്ര സ്തുതിക്കണം. ഇതൊക്കെ കൊടുത്തിട്ടും എൻ്റെ കുട്ടി കഴിച്ചിലാകാത്തതിൻ്റെ പേര് ഞാനിങ്ങനെ എല്ലാവരോട് ശുക്ർ ചെയ്യും. 10 വയസ്സ് എനിക്ക് വേണ്ട, എൻ്റെ കുട്ടീനെ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ആ തേട്ടല്ലോ നീ ചെയ്യും. എൻ്റെ മോനിക്ക് ഇനി ഓർക്ക് നല്ലൊരു ജീവിതം അള്ള കൊടുക്കട്ടെ. അവർ കൂടി ജീവിച്ചു വിമാനോട് കൂടി മരിക്കാം. അള്ളാഹുക്ക് ഇനി വിടില്ല, ഇനി പോകില്ല. ഈ നാട്ടിലെന്തെങ്കിലും ഒരു ജോലി അള്ളാഹു തരട്ടെ. ജീവിക്കാണോ മാറി അള്ള തരട്ടെ. 20 കൊല്ലത്തിന് ശേഷം ഇന്നലെ നല്ലോണം 20 വർഷത്തോളം ആ ഉമ്മ കണ്ണീരോടെയും പ്രാർത്ഥനയോടെയും കഴിഞ്ഞു. ഇനി ആ ഉമ്മ ഒന്ന് സന്തോഷിക്കട്ടെ. ഈ സന്തോഷത്തിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമുണ്ട്. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ബോച്ച, ഒരുപാട് ആ ബോച്ചയുടെ ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ റഹീം നാട്ടിലെത്താനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരു സഹോദരി താലിമാല വരെ ഊരി കൊടുത്തിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ 20 വർഷത്തോളം അവിടെ തീർത്തിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ഇനി ആ പാവത്തെ വെറുതെ വിട്. നെഗറ്റീവ് പറഞ്ഞ് ഇനി അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ നിൽക്കാതെ അവരെ ഈ നെഗറ്റീവ് പറയുന്നവർക്ക് വേറെ പണി വല്ലതും ഉണ്ടെങ്കിൽ പോയി നോക്ക്. എന്തായാലും അവര് സന്തോഷത്തിൽ ജീവിക്കട്ടെ. എന്തായാലും മകനെ കൊണ്ട് ഒരു പെണ്ണൊക്കെ കെട്ടിച്ച് ഹാപ്പി ആയിട്ട് അവര് ജീവിക്കട്ടെ. നമ്മൾ ഈ നാട്ടിലെ ജയിലുകളാണല്ലോ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുള്ള അനുഭവം ഉണ്ടാവുക. അങ്ങനെ അത്രയും നിരാശ നൽകുന്ന അവസ്ഥയായിരുന്നോ 20 വർഷവും? അത്രയും കഷ്ടപ്പാടായിരുന്നു റഹീം? നിരാശ ഇല്ല, കഷ്ടപ്പാട് നിരാശയിലെ ഒരുപാട് വ്യക്തികളുണ്ട്. പല ഇതുപോലെ എന്നെ പോലെ തന്നെ നിരപരാധികളായിട്ടുള്ളതും പ്രതികളായിട്ടുള്ളതും
ഒരുപാട് പേര് പല രാജ്യക്കാരും ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാള്, ഈജിപ്ഷ്യനും യമൻ എല്ലാവരും ഉണ്ട്. പലവരും പലരും അവരവരുടെ സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. ഇപ്പോൾ ഇതിനെക്കാട്ടി കൂടുതലായിട്ട് കിടക്കുന്നവരും അവിടെ ഉണ്ട്. 25 വർഷം 28 വർഷമായിട്ടുള്ളവരും ഉണ്ട് അവിടെ. തീരുമാനമാവാത്തതും മലയാളികൾ എൻ്റെ കൂടെ ഒരു പത്തനംതിട്ട സ്വദേശി ഇപ്പോൾ അവിടെ ഉണ്ട്. അത് വിധി ആയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം മുമ്പ്. ജയിലിൽ വെച്ച് നല്ല ചങ്ങാതിമാരെ ആരെങ്കിലും കിട്ടിയോ റഹീമിന്? ഒരു ഉത്തർപ്രദേശുകാരൻ മരിച്ച എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എല്ലാം സഹകരണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ചില നെഗറ്റീവുകളിൽ വന്നിരുന്നിട്ട് പറയുന്ന കേട്ടോ, ആ സംഭവം നടന്ന ഉടനെ തന്നെ ആ പയ്യനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ പയ്യൻ ഇന്നും ജീവിച്ചിരുന്നേനെ. അവൻ ഉടായ്പ് കാണിക്കാൻ ശ്രമിച്ചാണ് ആ പയ്യൻ മരണപ്പെട്ടു. അപ്പൊ നിരപരാധി അല്ലേന്ന്. ശരിക്കും അപ്പോഴത്തെ ഈ റഹീമിന്റെ അവസ്ഥ, ഒരു മാനസികാവസ്ഥ, അത് അയാൾക്ക് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. കാരണം ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോ തന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു എന്ന് തന്നെ ആ റഹീം ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അത് ഗൾഫ് നാടാണ്, കൊലപാതകത്തിന് കൊലപാതകം തന്നെയാണ്. അപ്പോ തിരിച്ചൊരു ജീവിതം തനിക്കില്ല എന്നുള്ളൊരു ചിന്ത തന്നെയായിരിക്കും ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടാവുക. ഇല്ല, ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ ഓരോ നെഗറ്റീവുകൾ എഴുതി വിടുമ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. മനഃപൂർവമല്ലാത്ത കൈപ്പിഴ. അബ്ദുൾ റഹീമിന്റെ അതിജീവന കഥ. 20 വർഷങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത കാലഘട്ടം. ആ വർഷങ്ങൾ മുഴുവൻ അദ്ദേഹം വിദേശ മണ്ണിലെ ജയിലറകളിൽ കഴിച്ചുകൂട്ടി. ഒടുവിൽ കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ ആരാണ് അബ്ദുൾ റഹീം? അദ്ദേഹം ഒരു കൊടുംകുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ അബദ്ധം ജീവിതം മുഴുവൻ മാറ്റിമറിച്ച നിർഭാഗ്യവാനോ? ദാരിദ്ര്യത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്ര. 2006 കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണമെന്ന സ്വപ്നവുമായി 26-ാം വയസ്സിൽ റഹീം സൗദി അറേബ്യയിലെത്തി. ഹൗസ് ഡ്രൈവർ വിസയിലായിരുന്നു യാത്ര. എന്നാൽ അവിടെ അദ്ദേഹത്തിന് ലഭിച്ച പ്രധാന ഉത്തരവാദിത്വം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ അനസ് അൽ ഷഹരിയെ പരിചരിക്കലായിരുന്നു. ക്രൈം ഈസ് ക്രൈം, വെളുപ്പിക്കൽ നടക്കട്ടെ. കൊലപാതകം തന്നെ ഇപ്പോൾ രക്ഷപ്പെട്ടു പോന്നു. സോ മിണ്ടാതെ ഇരിക്കുക. വെറുതെ ഇങ്ങനെ വന്ന് ന്യായീകരിച്ച് ഏറിൽ കയറണ്ട. എന്താണെന്നടയത്? എന്തായാലും അവിടെ ശിക്ഷയെല്ലാം അനുഭവിച്ചിട്ട് തന്നെയാണ് നാട്ടിലേക്ക് വന്നത്. നീ എന്തായിരുന്നു നിങ്ങൾക്കൊക്കെ വേണ്ടത്? റഹീമിനെ അവിടെ തൂക്കിലേറ്റണമായിരുന്നോ? അപ്പൊ എല്ലാവർക്കും സമാധാനമാവുമായിരുന്നോ? 20 വർഷക്കാലം അവിടെ കിടന്ന് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ നാട്ടിലേക്ക് കയറി വന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഒരു ശിക്ഷ എന്ന് അറിയില്ല. 20 വർഷം അയാളുടെ നല്ല ജീവിതം മൊത്തം, അതായത് 20 വർഷം ജയിലിനുള്ളിൽ കഴിഞ്ഞിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നത്. ഇനിയെങ്കിലും ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ ഒന്നിരുന്നൂടെ?